എല്ലാവർക്കും സ്വാഗതം. MOPയുടെ 26ാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ ചോദ്യം, നേരെ ചോദ്യത്തിലേക്ക് കടക്കാണ്. എല്ലാ ബാക്ക് നമ്പർ ഫയലുകളുടെയും ഇൻസൈഡ് ജാക്കറ്റുകളിൽ ഡിസ്പോസലുകൾ ക്രോസ് റഫറൻസ് ചെയ്യുന്നതിനെ എന്ത് വിളിക്കുന്നു? ക്രോസ് റഫറൻസ് ഡിസ്പോസലുകൾ, അതിനാണ് നമ്മൾ ചെയിനിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻസൈഡ് ജാക്കറ്റുകളിൽ അതായത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഫയലുകൾ തമ്മിലുള്ള ബന്ധം നിലനിർത്താനും അവ എളുപ്പത്തിൽ കണ്ടെത്താനും സഹായിക്കുന്ന പ്രക്രിയയാണ് ചെയിനിങ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കമ്പൈൻഡ് ഇൻഡെക്സ് അതായത് സംയുക്ത സൂചിക സൂക്ഷിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? കമ്പൈൻഡ് ഇൻഡെക്സ് സൂക്ഷിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? അതായത് കമ്പൈൻഡ് ഇൻഡെക്സ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പുതിയ സ്ലിപ്പുകൾ ചേർക്കാം. പഴയ സ്ലിപ്പുകൾ മാറ്റേണ്ടതില്ല, പകരം പുതിയ വിവരങ്ങൾ വരുമ്പോൾ അവ നിലവിലുള്ള ഇൻഡെക്സിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഈ രീതിയിൽ ചെയ്യാൻ പറ്റും, കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറ്റും. അടുത്ത ചോദ്യം, ഒരു പ്രത്യേക പേപ്പറുമായി ബന്ധപ്പെട്ട് ഇൻഡെക്സിൽ നൽകുന്ന എൻട്രിയെ എന്ത് വിളിക്കുന്നു? അതായത് പ്രത്യേക പേപ്പറുമായി ബന്ധപ്പെട്ട് ഇൻഡെക്സ് നൽകുന്ന എൻട്രിയാണ് ടൈറ്റിൽ എന്നാണ് പറയുക. അതായത് ഒരു പേപ്പറിന്റെ ഉള്ളടക്കം ചുരുക്കത്തിൽ സൂചിപ്പിക്കുന്ന പേരിനാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത്. അതിന് ടൈറ്റിലിന്റെ മലയാളം ശീർഷകം എന്നാണ്. അപ്പോൾ ഇൻഡെക്സിങ്ങിൽ പേപ്പർ തിരിച്ചറിയാൻ ഇത് സഹായിക്കും. ഒരു കമ്പൈൻഡ് ഇൻഡെക്സ് സ്ലിപ്പുകൾ റെക്കോർഡ് റൂമിൽ എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത്? സ്ലിപ്പാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കമ്പൈൻഡ് ഇൻഡെക്സ് സ്ലിപ്പ്, അതായത് സംയുക്ത സൂചികയിലെ സ്ലിപ്പുകൾ റെക്കോർഡ് റൂമിൽ എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത്? അത് മുഴുവൻ ഓഫീസിനും വേണ്ടിയിട്ടാണ് അങ്ങനെ കമ്പൈൻഡ് ഇൻഡെക്സ് സ്ലിപ്പുകൾ ഫയൽ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഏതെങ്കിലും പ്രത്യേക വിഷയത്തിൽ പുറപ്പെടുവിച്ച ഉത്തരങ്ങൾ കണ്ടെത്താൻ താഴെ പറയുന്നവയിൽ ഏതാണ് സഹായിക്കുക? അത് ഇൻഡെക്സുകളാണ് പ്രത്യേക വിഷയത്തിൽ പുറപ്പെടുവിച്ച ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്നത്. അതായത് ഫയലുകളുടെയും ഉത്തരങ്ങളുടെയും വിവരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതിനാൽ ആവശ്യമുള്ള രേഖകൾ വേഗത്തിൽ കണ്ടെത്താൻ ഇൻഡെക്സുകൾ സഹായിക്കുന്നു. അടുത്ത ചോദ്യം, ഓഫീസിലെ മുഴുവൻ വിവരങ്ങൾക്കായിട്ട് ഒരു കമ്പൈൻഡ് ഇൻഡെക്സ് സ്ലിപ്പുകൾ ഫയൽ ചെയ്യുന്ന പ്രക്രിയയെ എന്ത് വിളിക്കുന്നു? അങ്ങനെ കമ്പൈൻഡ് ഇൻഡെക്സുകൾ ഒരു ഓഫീസിന് വേണ്ടി മുഴുവനായിട്ടും ഫയൽ ചെയ്യുന്ന പ്രക്രിയയെ ഫയലിംഗ് ഓഫ് ഇൻഡെക്സ് സ്ലിപ്സ് എന്നാ പറയാം. ഫയലിംഗ് ഓഫ് ഇൻഡെക്സ് സ്ലിപ്പ്, അതായത് ഇൻഡെക്സ് സ്ലിപ്പുകൾ ഫയൽ ചെയ്യൽ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇൻഡെക്സ് സ്ലിപ്പുകൾ ഫയൽ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇൻഡെക്സ് സ്ലിപ്പുകൾ ചിട്ടയായി അടുക്കി വെക്കുന്ന രീതിയാണ് ശരിക്കും ഈ ഇൻഡെക്സ് സ്ലിപ്പുകൾ ഫയൽ ചെയ്യൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച വ്യക്തിപരമായ പേപ്പറുകൾ ഇൻഡെക്സിംഗിനായി തരംതിരിക്കുമ്പോൾ അത് ആരുമായി ബന്ധപ്പെട്ട പേരിൽ, നമുക്കറിയാം, നമ്മളിത് പറഞ്ഞതാണ്. ഉദ്യോഗസ്ഥരുടെ പേരിൽ ഇൻഡെക്സിംഗ് ചെയ്യുമ്പോൾ ആ ഉദ്യോഗസ്ഥന്റെ പേരിലാണ് ഇൻഡെക്സിംഗ് നടത്തുന്നത്. അത് വ്യക്തിപരമായ വിവരങ്ങളായതിനാൽ ഉദ്യോഗസ്ഥന്റെ പേര് ഉപയോഗിച്ചാൽ ക്രമീകരിക്കേണ്ടത്. അടുത്തത്, കേസുകളുമായി സ്യൂട്ടുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ ഏത് രീതിയിലാണ് ഇൻഡെക്സ് ചെയ്യേണ്ടത്? കേസ് ഉണ്ടല്ലോ, കോടതി വ്യവഹാരമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ഏത് രീതിയിലാണ് ഇൻഡെക്സ് ചെയ്യേണ്ടത്? അതിൻ്റെ ഇൻഡെക്സിൻ്റെ പേപ്പേഴ്സ് റിലേറ്റിംഗ് ടു സ്യൂട്ട്സ് എന്ന രീതിയിലാണ് ഇൻഡെക്സ് ചെയ്യേണ്ടത്. അതായത് കേസുകളുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ എന്നാണ് അതിൻ്റെ മലയാളം. അടുത്ത ചോദ്യം, ഇൻഡെക്സ് സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇൻഡെക്സിംഗ് നടത്തുന്ന സമ്പ്രദായത്തെ എന്ത് വിളിക്കുന്നു? അത് ഇൻഡെക്സ് സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇൻഡെക്സിംഗ് നടത്തുന്ന സമ്പ്രദായത്തെ എന്ത് വിളിക്കുന്നു? അത് സ്ലിപ്പ് ഇൻഡെക്സ് സിസ്റ്റം എന്ന് വിളിക്കുന്നു. സ്ലിപ്പ് ഇൻഡെക്സ് സിസ്റ്റം, അതായത് ഓരോ പേപ്പറിനും പ്രത്യേകം സ്ലിപ്പുകൾ തയ്യാറാക്കി അവ ഇൻഡെക്സ് ചെയ്യുന്ന രീതിയാണ് ഈ സ്ലിപ്പ് ഇൻഡെക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. ഗവൺമെന്റിനെ അഭിസംബോധന ചെയ്യാൻ ആശയവിനിമയത്തിന്റെ ഏത് രൂപമാണ് ഉപയോഗിക്കുന്നത്? ഗവൺമെന്റിനെ അഭിസംബോധന ചെയ്യാൻ കത്താണ് ഉപയോഗിക്കുന്നത്. കത്ത്, ലെറ്റർ ഫോർമാറ്റ്. അതായത് ഔദ്യോഗികമായിട്ട് സർക്കാരിനോ സർക്കാരിന്റെ കീഴ് ഘടകങ്ങൾക്കോ വിവരങ്ങൾ അയക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന രൂപമാണ് ലെറ്റർ. അടുത്ത ചോദ്യം, സ്റ്റോക്ക് ഫയലുകൾ ഇടയ്ക്കിടെ പരിശോധിക്കാൻ താഴെ പറയുന്നവരിൽ ആർക്കാണ് ഉത്തരവാദിത്തമുള്ളത്? അത് സെക്ഷൻ സൂപ്രണ്ടിനാണ്. സ്റ്റോക്ക് ഫയല് പരിശോധിക്കാൻ ഉത്തരവാദിത്തമുള്ളത് സെക്ഷൻ സൂപ്രണ്ടിനാണ്. അടുത്ത ചോദ്യം, റണ്ണിംഗ് നോട്ട് എപ്പോൾ നശിപ്പിക്കപ്പെടും? റണ്ണിംഗ് നോട്ട് 3 വർഷത്തിന് ശേഷം നശിപ്പിക്കപ്പെടും. അപ്പൊ റണ്ണിംഗ് നോട്ട് എന്ന് പറയുന്നത് ശരിക്കും എന്താ? ഒരു ഫയലിലെ നടപടിക്രമങ്ങളുടെ തുടർച്ചയായ കുറിപ്പുകളാണ് റണ്ണിംഗ് നോട്ട്.
ഇതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഫയൽ ക്ലോസ് ചെയ്ത് 3 വർഷത്തിന് ശേഷം ഇത് നശിപ്പിക്കാം. റണ്ണിംഗ് നോട്ട് എന്ന് പറയുന്ന ടേം ഇതുവരെ വരാത്തതാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഒരു ഫയലിലെ നടപടിക്രമങ്ങളുടെ തുടർച്ചയായ കുറിപ്പുകളാണ് റണ്ണിംഗ് നോട്ട്. അപ്പോൾ ഒരു നോട്ട് എഴുതി അതുകൊണ്ട് തീർന്നിട്ടില്ല, വീണ്ടും വീണ്ടും അത് എഴുതി അങ്ങനെ തുടർച്ചയായിട്ട് എഴുതുന്നതിനാണ് റണ്ണിംഗ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അത് 3 വർഷത്തിന് ശേഷമാണ് നശിപ്പിക്കാവുന്നത്. സെക്യൂരിറ്റി രജിസ്റ്റർ എത്ര വർഷത്തിന് ശേഷം നശിപ്പിക്കാം? 7 വർഷത്തിന് ശേഷമാണ് സെക്യൂരിറ്റി രജിസ്റ്റർ നശിപ്പിക്കാവുന്നത്. അടുത്ത ചോദ്യം, റെക്കോർഡ് സെഷനിൽ നിന്ന് പുറത്തേക്ക് നൽകുന്ന എല്ലാ രേഖകളും എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? റെക്കോർഡ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഒരു രേഖ നൽകിയിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് കീപ്പർ എവിടെ രേഖപ്പെടുത്തണം? അത് റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്റർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്, അവിടെ രേഖപ്പെടുത്തണം. റെക്കോർഡ് റൂമിൽ നിന്ന് ഫയലുകളോ രേഖകളോ പുറത്തേക്ക് കൊടുക്കുമ്പോൾ അവ ആർക്കാണ് നൽകിയത്, എന്ന് നൽകി എന്നീ വിവരങ്ങൾ കൃത്യമായി സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈ റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്റർ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, നമ്മൾ അയക്കേണ്ട വിലപിടിപ്പുള്ള വസ്തുക്കൾ പാക്ക് ചെയ്യുമ്പോൾ ആരുടെ സാന്നിധ്യം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സീൽ ചെയ്യേണ്ടത് സെക്ഷൻ സൂപ്രണ്ടിന്റെ മുമ്പിൽ വെച്ചിട്ടാണ്, സാന്നിധ്യത്തിലാണ് അയക്കേണ്ട വിലപിടിപ്പുള്ള വസ്തുക്കൾ പാക്ക് ചെയ്യുന്നത്. അടുത്തയോ, ഓഫീസറുടെ വസതിയിലേക്ക് പ്യൂണിനെ കൊണ്ട് അയക്കുന്ന കവറിൽ എന്താണ് കുറിക്കേണ്ടത്? ഒരു ഓഫീസറുടെ വസതിയിലേക്ക് അർജന്റ് പേപ്പർ ആയിരിക്കുമല്ലോ, അപ്പോൾ അത് വസതിയിലേക്ക് പ്യൂണിനെ കൊണ്ട് കൊണ്ടുപോവുകയാണ്, നേരിട്ട് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ കവറിൽ എന്താണ് കുറിക്കേണ്ടത്? അതിൻ്റെ കൊടുത്തുവിട്ട സമയമാണ് കുറിക്കേണ്ടത്. ശരിക്കും പ്യൂണിൻ്റെ അടുത്ത് കൊടുത്തുവിട്ട സമയമാണ് കൂടി. അതായത് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായിട്ട് ഓഫീസറുടെ വസതിയിലേക്ക് അയക്കുന്ന രേഖകൾ കൈമാറുന്ന സമയം കൃത്യമായി രേഖപ്പെടുത്തുന്ന വഴി രേഖകളുടെ കൈമാറ്റം സുതാര്യമായിട്ട് വയ്ക്കാം. അപ്പോൾ ഒരു പ്യൂണിൻ്റെ അടുത്ത് കൊടുത്തു വിട്ടും ആ സമയം എന്ന് വെച്ചാൽ ഇയാളിപ്പോൾ 5 മണിക്ക് കൊടുത്തു വിട്ടാൽ അയാൾ ചിലപ്പോൾ രാത്രി 10 മണിക്കായിരിക്കും കൊണ്ടെത്തിക്കുക. അപ്പോൾ കൈമാറുന്ന സമയമാണ് അതിൽ രേഖപ്പെടുത്തേണ്ടത്. എന്നാൽ മാത്രമേ അവിടെ പെട്ടെന്ന് എത്തിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി കഴിയുള്ളൂ. അടുത്ത ചോദ്യം, രേഖകൾക്ക് പകരമായി എന്താണ് നൽകേണ്ടത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താന്ന് വെച്ചാൽ, രേഖകൾക്ക് പകരമായി എന്താണ് നൽകുക? അതായത് നമ്മൾ റെക്കോർഡ് റൂമിൽ നിന്ന് ഒരു പേപ്പർ, ഒരു ഫയൽ എടുക്കണമെങ്കിൽ നമ്മൾ റിക്വസിഷൻ സ്ലിപ്പ് കൊടുക്കണം. അപ്പൊ റിക്വസിഷൻ സ്ലിപ്പ് കൊടുത്താലേ ആ സ്ലിപ്പ് ഈ രേഖ എടുക്കുന്ന ഗ്യാപ്പിൽ അവിടെ വെക്കും. അപ്പോൾ ഒരു റെക്കോർഡ് റൂമിൽ നിന്ന് ഒരു ഫയൽ എടുത്തു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് ആ ഫയൽ എവിടെയാണെന്നും അത് ആര് കൈപ്പറ്റിയെന്നും കാണിക്കുന്ന ഒരു സ്ലിപ്പ് അവിടെ വെക്കും. ആ ഫയല് ആര് കാണിക്കുന്നു, ആര് കൈപ്പറ്റി, ആ സ്ഥാനം എവിടെയാണെന്നൊക്കെ കാണിക്കുന്ന ഒരു സ്ലിപ്പ് അവിടെ വെക്കുകയാണ് ചെയ്യുന്നത് രേഖകൾക്ക് പകരമായിട്ട്. അതിനാണ് രേഖകൾക്ക് പകരമായി എന്താണ് നൽകേണ്ടതെന്ന് ചോദിച്ചാൽ അത് സ്ലിപ്പാണ്. ഒരു റിക്വസിഷൻ സ്ലിപ്പിൽ എത്ര രേഖകൾ ആവശ്യപ്പെടാം? ഒറ്റ രേഖ ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. ഒരു സ്ലിപ്പിൽ ഒരു രേഖ. കൂടുതൽ രേഖ വേണമെങ്കിൽ ഓരോന്നിനും ഓരോ സ്ലിപ്പ് വെച്ച് കൊടുക്കണം. ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ എത്ര വർഷം സൂക്ഷിക്കണം? ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ 3 വർഷം സൂക്ഷിക്കണം. അതറിയാലോ, തപാൽ ചെലവുകൾ, സ്റ്റാമ്പ് ഉപയോഗം എന്നിവ സംബന്ധിച്ച കണക്കുകൾ അടങ്ങിയ രജിസ്റ്ററാണിത്. ഫെയർ കോപ്പി രജിസ്റ്റർ എത്ര കാലം സൂക്ഷിക്കണം? അതും 3 വർഷമാണ്. ഫെയർ കോപ്പി രജിസ്റ്റർ അതായത് അയച്ച കത്തുകളുടെയും രേഖകളുടെയും പകർപ്പുകൾ തയ്യാറാക്കിയത് രേഖപ്പെടുത്തുന്ന രജിസ്റ്ററാണിത്, ഫെയർ കോപ്പി രജിസ്റ്റർ. അടുത്തത് റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്റർ എപ്പോൾ നശിപ്പിക്കപ്പെടാം? അതും 3 വർഷമാണ്. റെക്കോർഡിൽ റൂമിൽ നിന്നുള്ള ഫയലുകളുടെ കൈമാറ്റ വിവരങ്ങൾ സൂക്ഷിക്കുന്ന ഈ രജിസ്റ്റർ 3 വർഷത്തിന് ശേഷം നശിപ്പിക്കാം. പേഴ്സണൽ രജിസ്റ്റർ എത്ര വർഷത്തിന് ശേഷം നശിപ്പിക്കാം? പേഴ്സണൽ രജിസ്റ്ററും 3 വർഷത്തിന് ശേഷം നശിപ്പിക്കാവുന്നതാണ്. സെക്യൂരിറ്റി രജിസ്റ്റർ എത്ര വർഷത്തിന് ശേഷം നശിപ്പിക്കും? അത് 10 വർഷമാണ് സെക്യൂരിറ്റി രജിസ്റ്ററിന്. അടുത്തത് ആനുവൽ ഇൻഡെക്സ് എത്ര വർഷത്തിന് ശേഷം നശിപ്പിക്കപ്പെടും? ആനുവൽ ഇൻഡെക്സ് 20 വർഷത്തിന് ശേഷമാണ് നശിപ്പിക്കേണ്ടത്. റെക്കോർഡ് ഫയലുകൾ നശിപ്പിക്കുന്നത് ആരുടെ ഉത്തരവാണ് വാർഷിക അടിസ്ഥാനത്തിൽ വേണ്ടത്? അതായത് ഒരു വർഷത്ത് ഇന്ന റെക്കോർഡുകൾ നശിപ്പിക്കാം എന്നൊരു ഉത്തരവ് വരണം. അത് ഓഫീസ് മേധാവിയുടെ ഉത്തരവ് മതി. റെക്കോർഡ് ഫയലുകൾ നശിപ്പിക്കുന്നതിന് ആരുടെ ഉത്തരവാണ് വാർഷിക അടിസ്ഥാനത്തിൽ വേണ്ടത്? അത് ഹെഡ് ഓഫ് ഓഫീസിന്റെ. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? സാധാരണഗതിയിൽ ഈ രേഖകൾ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഗൗരവമായ ഒരു കാര്യമാണ്. അത് ഓഫീസ് മേധാവിയുടെ കൃത്യമായ അനുമതിയും ഉത്തരവും ലഭിച്ചതിന് ശേഷം മാത്രമേ ഇത്
ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ 3 വർഷമായി എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ എടുത്തിട്ട് വാരിയിട്ട് കത്തിക്കുന്ന രീതിയല്ല. എല്ലാത്തിനും ഒരു കൃത്യതയും കണക്കും ഉത്തരവും ഒക്കെ ആവശ്യമുണ്ട്. അടുത്ത ചോദ്യം. ആനുകാലിക റിപ്പോർട്ടുകളും റിട്ടേണുകളും കൃത്യസമയത്ത് ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അയക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഓരോ ക്ലർക്കും അപ്പൻഡിക്സ് 1-ൽ ഒരു രജിസ്റ്റർ സൂക്ഷിക്കണം. ആ രജിസ്റ്ററിന്റെ പേരെന്താണ്? ആനുകാലിക റിപ്പോർട്ടും റിട്ടേണും എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയോളുക രജിസ്റ്റർ ഓഫ് പീരിയോഡിക്കൽസ് ആണ്. അതായത് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ രജിസ്റ്റർ. അതായത് പീരിയോഡിക്കലായിട്ട് ലഭിക്കേണ്ട റിപ്പോർട്ടുകൾ ട്രാക്ക് ചെയ്യുന്നതിനാണ് ഈ രജിസ്റ്റർ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം. ഔദ്യോഗിക കത്തുകളിൽ ഉപയോഗിക്കുന്ന അഭിസംബോധന രീതി ഏതാണ്? സർ. അതാണ് സർ. SIR, സാർ. ഔദ്യോഗിക കത്തുകളിൽ ഉപയോഗിക്കുന്ന അഭിസംബോധന രീതി സർ എന്നാണ്. പുരുഷനെ സാധാരണഗതി സർ എന്നും, അല്ല സ്ത്രീ ആണെങ്കിൽ മാഡം എന്നും വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ കോമൺ ആയിട്ട് സർ എന്ന് ഉപയോഗിച്ചാലും തെറ്റില്ല. റെക്കോർഡ് മുറിക്ക് മുന്നിൽ ഇരിക്കേണ്ടത് ആരാണ്? റെക്കോർഡ് കീപ്പറാണ്. റെക്കോർഡ് മുറിക്ക് മുന്നിൽ ഇരിക്കേണ്ടത് റെക്കോർഡ് കീപ്പറാണ്. മാറ്റിവെക്കാൻ ഉത്തരവിട്ട കേസുകളെ എന്ത് വിളിക്കുന്നു? മാറ്റിവെക്കാൻ ഉത്തരവിട്ട കേസുകളെ എന്ത് വിളിക്കുന്നു? അതിന് ലൈ ഓവർ എന്നാണ് പറയുക. അതായത് ഉടനടി തീർപ്പാക്കാൻ സാധിക്കാത്തതോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കാത്തിരിക്കേണ്ടതോ ആയ ഫയലുകളെയാണ് ലൈ ഓവർ ഫയലുകൾ എന്ന് വിളിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാത്തതാണ്. ലൈ ഓവർ, LIEOVR. അപ്പം ലൈ ഓവർ ഫയലുകൾ എന്ന് പറയുന്നത് എന്താണ്? ഉടനടി തീർപ്പാക്കാൻ സാധിക്കാത്തതോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കാത്തിരിക്കേണ്ടതോ ആയിട്ടുള്ള ഫയലുകളാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ മാത്രമേ അത് തീർപ്പാക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ. അപ്പോൾ അത്തരം ഫയലുകളെയാണ് നമ്മൾ ലൈ ഓവർ ഫയലുകൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. 2 അതിലധികമോ പേപ്പറുകൾ പിൻ ചെയ്യുമ്പോൾ പിന്നിന്റെ കൂർത്ത വശം ഏത് വശത്തേക്കായിരിക്കണം? 2 അതിലധികമോ പേപ്പറുകൾ പിൻ ചെയ്യുമ്പോൾ പിന്നിന്റെ കൂർത്ത വശം ഏത് വശത്തെ ആയിരിക്കരുതെന്നാണ് ചോദ്യം. ഏത് വശത്തേക്ക് ആയിരിക്കരുത്? അതായത് കൂർത്ത വശം മുകളിലേക്ക് ആയിരിക്കരുത് ഇങ്ങനെ പിൻ ചെയ്യുമ്പോൾ. അതാണ് അതിൻ്റെ അർത്ഥം. ആയിരിക്കരുതെന്നാണ് ചോദ്യം. പിന്നിന്റെ കൂർത്ത വശം ഏത് വശത്തേക്ക് ആയിരിക്കരുത്? അത് മുകളിലേക്ക് ആയിരിക്കരുത്. അപ്പോൾ മുകൾ ഭാഗത്ത് വരാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ശരിയായ അർത്ഥം. അപ്പം മുകളിലത്തെ വശത്തേക്ക് വന്നാൽ എന്ത് കുഴപ്പം? കൈ മുറിയാനും സുരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് അത് മോശമായ ഒരു സമീപനമായിരിക്കും. അടുത്ത ചോദ്യം. ഒരു നോട്ട് തയ്യാറാക്കുമ്പോൾ പേപ്പറിന്റെ ഇരുവശങ്ങളിലും എത്ര മാർജിൻ വിടണം? നോട്ട് തയ്യാറാക്കുമ്പോൾ 1/3 മാർജിൻ വിടണം. നോട്ട് തയ്യാറാക്കുമ്പോൾ പേപ്പറിന്റെ ഇരുവശങ്ങളിലും 1/3 ആക്കിയിട്ടാണ്, ശരിക്കും സെന്ററിലാണ് സാധാരണ നോട്ട് എഴുതി പോവുക. ഓഫീസർമാർക്ക് നോട്ട് എഴുതാൻ ആവശ്യമായ സ്ഥലം ലഭിക്കുന്നതിന് രേഖകൾ ഫയൽ ചെയ്യുമ്പോൾ എഴുതിയ കാര്യങ്ങൾ മറഞ്ഞു പോകാതിരിക്കുന്നതിനും വേണ്ടിയാണ് പേപ്പറിന്റെ 1/3 ഭാഗം മാർജിനായിട്ട് വിടുന്നത്. അടുത്ത ചോദ്യം. മറ്റൊരു ഉദ്യോഗസ്ഥന്റെ വ്യക്തിപരമായ ശ്രദ്ധ ക്ഷണിക്കുന്നതിനായി ഏത് ആശയവിനിമയ മാർഗമാണ് ഉപയോഗിക്കുന്നത്? അതായത് മറ്റൊരു ഉദ്യോഗസ്ഥന്റെ വ്യക്തിപരമായ ശ്രദ്ധയാണ്. അതായത് ഔദ്യോഗിക സ്വഭാവമുള്ള ശ്രദ്ധയല്ല ക്ഷണിക്കുന്നത്. വ്യക്തിപരമായ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡെമി ഒഫീഷ്യൽ ലെറ്റർ വിടുന്നത്, അതാ അർദ്ധ ഔദ്യോഗിക കത്തുകൾ വിടുന്നത്. അടുത്ത ചോദ്യം. കീഴുദ്യോഗസ്ഥനിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുന്നതിന് ഉപയോഗിക്കുന്ന ആശയവിനിമയ രീതി ഏതാണ്? കീഴുദ്യോഗസ്ഥനിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുന്നതിന് ഉപയോഗിക്കുന്ന ആശയവിനിമയ രീതിയാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ഫയൽ അല്ലെങ്കിൽ കത്തിന്റെ പുറത്ത് കുറിപ്പുകൾ എഴുതി കീഴുദ്യോഗസ്ഥരോട് അഭിപ്രായം ചോദിക്കുന്ന രീതിയാണ് ഈ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുന്ന രീതിയാണ് എൻഡോഴ്സ്മെന്റ്. അടുത്ത ചോദ്യം. സാധാരണയായിട്ട് ഒരു കത്തിൽ എത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യാം? ഒരു വിഷയം മാത്രമേ കൈകാര്യം ചെയ്യാമുള്ളൂ. ഒരു കത്തിൽ ഒരു വിഷയം. അടുത്ത ചോദ്യം. ഓഫീസിൽ നിന്നുള്ള എല്ലാ ആശയവിനിമയങ്ങളും ആരുടെ പേരിലാണ് അയക്കേണ്ടത്? ഓഫീസിൽ നിന്നുള്ള എല്ലാ ആശയവിനിമയങ്ങളും അയക്കേണ്ടത് ആ ഹെഡ് ഓഫ് ഓഫീസിന്റെ പേരിലാണ്. അപ്പോൾ എന്ത് എഴുതിയാലും ഒരു ഓഫീസിന്റെ ഔദ്യോഗിക ആശയവിനിമയങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്? ഓഫീസ് മേധാവിക്കാണ്.
അതുകൊണ്ടാണ് അവരുടെ പേരിൽ അയക്കണം എന്ന് പറയുന്നത്. താഴെ പറയുന്നതിൽ ആർക്കാണ് സർക്കാരിലേക്ക് നേരിട്ട് കത്തയക്കാൻ അധികാരമുള്ള? അത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റാണ്. വകുപ്പ് മേധാവിക്കാണ് സർക്കാരിലേക്ക് നേരിട്ട് കത്തയക്കാൻ പറ്റും. അടുത്ത ചോദ്യം, ഫയൽ തീർപ്പാക്കിയ ശേഷം പേഴ്സണൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതിനായി അത് ഫെയർ കോപ്പി വിഭാഗത്തിലേക്ക് അയക്കണം. ഫയൽ തീർപ്പാക്കിയ ശേഷം പേഴ്സണൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് അത് ഫെയർ കോപ്പി വിഭാഗത്തിലേക്ക് അയക്കണം. അതിൻ്റെ അക്നോളജ്മെൻ്റ് ആണ് എന്നാണ് അർത്ഥം. അതായത് ഒരു ഫയൽ അന്തിമമായി തീർപ്പാക്കി ഫെയർ കോപ്പി സെഷനിൽ അയക്കുമ്പോൾ ലഭിക്കുന്ന രസീത് അഥവാ ഒരു സ്ഥിരീകരണമാണ്. സ്ഥിരീകരണം എന്ത് ചെയ്യണം? അത് പേഴ്സണൽ രജിസ്റ്ററിൽ കുറിക്കാനുള്ളതാണ്. അതാണ് അക്നോളജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫയല് തീർപ്പാക്കിയ ശേഷം പേഴ്സണൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് അത് ഫെയർ കോപ്പി വിഭാഗത്തിലേക്ക് അയക്കണം. അത് അക്നോളജ്മെന്റ് ആണ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ക്ലാസ്സിൽ വെച്ചിട്ടുള്ളത്. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.